ഇതിൽ കളേഴ്സൊക്കെ സാധാരണ എന്താ ഡാർക്ക് ബ്ലാക്ക് നിന്ന് വൈറ്റ് വരെ, അതായത് ഗ്രേ കളർ 10% ബ്ലാക്ക്, 20%, 30%, അങ്ങനെ 100% ബ്ലാക്ക് വരെ ഫസ്റ്റ് കളർ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ബ്ലൂ, പിന്നെ സിയാൻ, ഗ്രീൻ, അങ്ങനെ കുറേ കളേഴ്സ്, അത്യാവശ്യമുള്ള കളേഴ്സ് ഒക്കെ ഇതിൽ തന്നെ ഉണ്ടാവും. നമുക്ക് വേറെ വേറെ പോയി ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഫോട്ടോഷോപ്പിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കളർ ചൂസ് ചെയ്യാനുള്ള ഒരു പാനൽ വരും. ഇതിലുണ്ട്. ഇത് എവിടെ പറയുന്നത് ഏറ്റവും താഴെയുള്ളത്, ഇതവിടെ ഈ റൈറ്റ് സൈഡ് ബോട്ടം. അത് 2 കളർ ഉണ്ടാവും. മുകളിൽ കാണുന്നത് ഫില്ലും, താഴെ കാണുന്നത് സ്ട്രോക്കും. സ്ട്രോക്ക് പറഞ്ഞാൽ ഔട്ട്ലൈൻ എന്ന് പറയും കോർണർ റോല്. ഫില്ലിപ്പോൾ ഒരു ക്രോസ് ആയിട്ടാണ് കാണുന്നത്. ഇവിടെ ഈ ഭാഗത്ത് ഒരു വൈറ്റ് കളറിൽ ഒരു ക്രോസ് പോലെയാണ് കാണുന്നത്. ഔട്ട്ലൈൻ വന്നിട്ട് ഒരു ബ്ലാക്ക് കളർ ഉണ്ട്. ഞാനൊരു ബോക്സ് വരയ്ക്കണം. ഇതിലൊരു റെക്ടാങ്കിൾ ബോക്സ് ടൂൾ ഉണ്ട്. ഫോട്ടോഷോപ്പിൽ പോലെ തന്നെ ഒരു ഷേപ്പ് ടൂൾ ഉണ്ട്. ഒരു ബോക്സ് എടുത്ത് ഇത് അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ കാണുന്ന എന്താണ്, ഔട്ട്ലൈന് മാത്രമേ കാണുന്നുള്ളൂ. അകത്ത് വൈറ്റ് കളർ അല്ല, ആക്ച്വലി കളർ ഇല്ല. അതാണ് ഇവിടെ ഞണ്ണെന്ന് കാണിക്കുന്നത്. കളർ കൊടുക്കണം. എനിക്കിതിൽ റെഡ് കളർ കൊടുക്കണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ താഴെ കാണുന്ന റെഡിൽ ലെഫ്റ്റ് ക്ലിക്ക് കൊടുത്താൽ മതി. അപ്പം എന്താവും, ഈ കളർ ഇതിൽ അപ്ലൈ ആവും. ഓക്കെ. അല്ല, എനിക്ക് ഔട്ട്ലൈൻ ആണ് റെഡ് കളർ വേണ്ടത്. ഇപ്പോൾ ഔട്ട്ലൈൻ ഇവിടെ ബ്ലാക്ക് ആണ് അല്ലേ. ഔട്ട്ലൈൻ എനിക്ക് റെഡ് ആക്കണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലെഫ്റ്റ് ക്ലിക്ക് അടിച്ച് കഴിഞ്ഞാൽ ഫില്ലായിരിക്കും വരിക. അതിനെ റൈറ്റ് ക്ലിക്ക് അടിക്കുക. മൗസിന് റെഡിൽ പോയിട്ട് മൗസിന് റൈറ്റ് ക്ലിക്ക് അടിച്ച് കഴിഞ്ഞാൽ ഔട്ട്ലൈന് റെഡ് കളർ വരും. ഫിൽ കളർ ആണെങ്കിൽ ലെഫ്റ്റ്, റൈറ്റ്, മറ്റേ ഔട്ട്ലൈൻ ആണെങ്കിൽ ഫിൽ കളർ ആണെങ്കിൽ ലെഫ്റ്റ് ക്ലിക്ക്, ഔട്ട്ലൈൻ ആണെങ്കിൽ റൈറ്റ് ക്ലിക്ക്. ഓക്കെ. ഇപ്പോൾ ഔട്ട്ലൈന് ചെറുതായി തിന്നായിട്ടാണ് കാണുന്നത്. ഔട്ട്ലൈനിന്റെ തിക്നെസ് നമുക്ക് കൂട്ടാം. ഔട്ട്ലൈന് തിക്നെസ് കൂട്ടണമെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റ് ഇപ്പം ഞാൻ സെലക്ട് ചെയ്തോ, ഇപ്പം ലെയർ പാനലൊന്നും ഇതിലില്ല. കോർണർ റോല് ഏത് ലെയറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, ഏത് ഒബ്ജക്റ്റാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് നമുക്കിതിന് അറിയാൻ പറ്റില്ല. എങ്ങനെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ബോക്സിലൊന്ന് മൗസ് വെച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 8 ഡോട്ട്സ് വരുന്നത് കണ്ടില്ലേ. ഈ ഡോട്ട്സ് ആണ് നമ്മൾ ഫോട്ടോഷോപ്പിൽ ട്രാൻസ്ഫോം എന്ന് പറയും. ഇതിന് ട്രാൻസ്ഫോമിന് കൺട്രോൾ ചെയ്ത് അടിക്കണം. സെലക്ട് ചെയ്താൽ തന്നെ ആ ഡോട്ട്സ് വരും. അത് തന്നെ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വലുതും ചെറുതൊക്കെ ആക്കാം. അപ്പൊ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലായിക്കോണം ആ ഒബ്ജക്റ്റ് സെലക്ടഡ് ആണ്. ഇതപ്പോൾ ഇവിടെയാണ് പുറത്താണ് ക്ലിക്ക് ചെയ്ത് പറഞ്ഞാൽ എന്താവും, സെലക്ഷൻ അല്ല, ഡീസെലക്ട് ആയി. അപ്പോൾ എന്തെങ്കിലും സെലക്ഷൻ കളയണം പറഞ്ഞാൽ നിങ്ങൾ പുറത്ത് ക്ലിക്ക് ചെയ്യണം. ഞാൻ പറയും, ഇനി കോർണറിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ പുറത്ത് ക്ലിക്ക് ചെയ്യുമോ പറയും. അപ്പോൾ അത് സെലക്ഷൻ കളയാൻ വേണ്ടിയാണ് പറയണത്. അപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വ്യത്യാസം കാണാൻ പറ്റും. പിന്നെ സെലക്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇതിലിവിടെ പ്രോപ്പർട്ടി ബാറിൽ ഇവിടെ A3 എന്ന് കാണിക്കുന്നുണ്ട്, A3ന്റെ മെഷർമെന്റ് കാണിക്കുന്നുണ്ട്, യൂണിറ്റ്സ് കാണിക്കുന്നുണ്ട്. ഞാൻ ഈ ബോക്സിനെ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തപ്പോൾ എന്താ ഇവിടെ മാറി. ഇപ്പൊ A3 എന്നും കാണിക്കുന്നില്ല, യൂണിറ്റ് കാണിക്കുന്നില്ല, ഒന്നും കാണിക്കുന്നില്ല. ഇപ്പൊ ഇവിടെ XY എന്നൊരു ആക്സസ് കാണിക്കുന്നുണ്ട്. ഇവിടെ XY എന്ന്, അതായത് ഇതിന്റെ പൊസിഷൻ കാണിക്കുകയാണ്. X ഏതിനാണ്, Y ഏത് പൊസിഷനിലാണ്. അടുത്തത് വന്നിട്ട് ഇതിന്റെ സൈസ് കാണിക്കുകയാണ്. ഈ ബോക്സിന്റെ എത്ര സെന്റിമീറ്റർ ആണ് വിഡ്ത്ത്, എത്ര സെന്റിമീറ്റർ ഹൈറ്റ് എന്ന് കാണിക്കുകയാണ്. കണ്ടില്ലേ, ഇവിടുന്ന് മുകളിൽ കാണുന്നത് വിഡ്ത്തും താഴെ കാണുന്നത് ഹൈറ്റും. ഇത് എത്ര പെർസെൻറ്റേജ് ആണ്, അതിന്റെ പ്രൊപ്പോർഷൻ എത്രയാണ്. വിഡ്ത്തും ഹൈറ്റും കറക്റ്റ് ആണെങ്കിൽ 100% ആയിരിക്കും കാണിക്കുക. ഇപ്പോൾ കറക്റ്റ് അല്ല, വെറുതെ വരച്ചാണ്. ഇവിടെ 13ഉം ഇവിടെ 11ഉം ആണ്. അതുകൊണ്ടാണ് ഏകദേശം പെർസെൻറ്റേജ് മാറ്റം വരുന്നത്. പിന്നെ അതുകൂടെ ഇവിടെ ലോക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ഇവിടെ മെഷർമെന്റ് വിഡ്ത്ത് എത്രയാണ് കൊടുക്കുന്നത് അതിനനുസരിച്ച് ഹൈറ്റും മാറും. ഇവിടെ ലോക്ക്, ഇവിടെ ചെറുതായിട്ടൊരു ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ലോക്ക് എടുത്തു വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് സൈസ് മാറ്റാം. ലോക്ക് ആണെങ്കിൽ വിഡ്ത്ത് കൊടുക്കുന്നതിനനുസരിച്ച് അതേ അളവ് ഹൈറ്റിനും പോകും. അതേപോലെ ഹൈറ്റിൽ മെഷർമെന്റ് മാറ്റിയാൽ വിഡ്ത്തിലും മാറും. ഇത് വന്നിട്ട് റൊട്ടേറ്റ് ചെയ്യണത്, എത്ര ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യാം. നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യാം. ഇതെങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യാൻ പറയുന്നത്, ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 8 ഡോട്ട്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്കെയിൽ ചെയ്യാം. വലുതും ചെറുതുമാക്കുക, നീക്കുക, അങ്ങനെ മൂവ് ചെയ്യുക. അതൊക്കെ ഏത് ഈ ഫസ്റ്റ് ടൂളിലാണ് കേട്ടോ. ഇതിന് പിക് ടൂൾ എന്നാ പറയാ, മൂവ് ടൂൾ എന്നല്ല. കോർണറിന് പിക് ടൂൾ തന്നെ പറയാം. ഏകദേശം മൂവ് ടൂളിന്റെ സാമ്യമുള്ള ടൂൾ തന്നെയാണ്. ഇനി ഇതിനെ റൊട്ടേറ്റ് ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഒബ്ജക്റ്റിനെ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യാം. ഒന്നും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ആ റൊട്ടേഷന്റെ ആംഗിൾ ആയിട്ട് മാറും. ഇനി കോർണറിൽ പിടിച്ച് തിരിച്ചാൽ റൊട്ടേഷൻ ആയിരിക്കും ആവുക. റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ മുകളിൽ ആംഗിൾ മാറുന്നുണ്ട്. നോർമലി ഒരു ഒബ്ജക്റ്റിന്റെ റൊട്ടേഷൻ അളവ് 0 ആയിരിക്കും. 0 കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വരച്ച പോലെ തന്നെ ഉണ്ടാവും. ഇവിടെ തന്നെ ആംഗിൾ ഒരു 45 കൊടുത്തു. എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ കണ്ട 45 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ആയി. നമുക്ക് ഇവിടെ നിന്നും റൊട്ടേറ്റ് ചെയ്യാം, ഇവിടെ മെഷർമെന്റ് കൊടുത്ത് റൊട്ടേറ്റ് ചെയ്യാം. അടുത്തത് ഇവിടെ കാണുന്നത് വന്നിട്ട് മിററാണ്. നമുക്ക് ഫ്ലിപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോട്ടോഷോപ്പിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ചെയ്യില്ല, ഇതിന് മിറർ എന്ന് പറയും. ഇപ്പൊ ഞാൻ ഇതിപ്പോ മിറർ ഇങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് അറിയില്ല, വേറൊരു ഷേപ്പ് ആഡ് ചെയ്ത് കാണിച്ചുതരാം.
അപ്പൊ ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ട്. ഇത് നേരെ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ റിവേഴ്സ്. ഇതൊന്ന് വെർട്ടിക്കൽ ഫ്ലിപ്പ്, മുകളിലും താഴെയും. ഇതൊക്കെ പ്രോപ്പർട്ടി പാനലിൽ ഉണ്ടാവുക. ഇത് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്താലേ നമുക്കത് കാണാൻ പറ്റുള്ളൂ. ഒബ്ജക്റ്റ് സെലക്ട് അല്ലെങ്കിൽ നമുക്ക് ഡോക്യുമെന്റ് മെഷർമെന്റും യൂണിറ്റും ആയിരിക്കും കാണുക. ഓക്കെ, അടുത്ത് ഈ പിക് ടൂളിന്റെ കാര്യം പറയാം. പിക് ടൂൾ വന്നിട്ട് സെലക്ട് ചെയ്യാനാണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, മൾട്ടിപ്പിൾ ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ട്. ഇപ്പൊ 4 ഒബ്ജക്റ്റ് ഉണ്ട്. ഇപ്പൊ പിക് ടൂൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യാം. അപ്പൊ ഈ സ്ക്വയറിനെ സെലക്ട് ചെയ്തിട്ട് ഈ സർക്കിൾ സെലക്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയറിന്റെ സെലക്ഷൻ മിസ്സാവും. രണ്ടും ആഡ് ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ ഷിഫ്റ്റ് പിടിച്ചിട്ട് സെലക്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെയായിരിക്കും, ആ ഡോട്ട് ഇങ്ങനെയായിരിക്കും വരിക. നീക്കി നോക്കി അറിയാൻ പറ്റും ഇത് രണ്ടെണ്ണമാണ് സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അതേപോലെ അപ്പൊ ഈ പോളിഗണും കൂടി സെലക്ട് ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ ഷിഫ്റ്റ് പിടിക്കുക, ക്ലിക്ക് ചെയ്യുക. അപ്പൊ എന്തായി, അതിന് സെലക്ഷൻ കാണും. അപ്പൊ സെലക്ട് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും ചെറുതായിട്ട്. ഇവിടെ ചെറിയൊരു ഡോട്ട് കണ്ട, ഇവിടെ മൈന്യൂട്ടായിട്ട് ഒരു ഡോട്ട്, സൂം ഔട്ട് ആകുമ്പോഴേ കാണുള്ളൂ. ഇവിടെ ചെറുതായിട്ട് ഒരു ഡോട്ട് കാണുന്നുണ്ടില്ലേ? അതേപോലെ ഈ സർക്കിൾ കാണാൻ പറ്റുക, സ്ക്വയറിൽ അപ്പൊ ചെറുതായിട്ട് കാണാൻ പറ്റുന്നത്. അവിടെയാണ് സ്ക്വയറിൽ കാണുക. ഇപ്പൊ ഈ സ്ക്വയർ സെലക്ട് അല്ല, ഷിഫ്റ്റ് പിടിച്ച് സെലക്ട് ചെയ്യുമ്പോൾ നോക്കിക്കോ, അവിടെ ഒരു ഡോട്ട് വന്നു. ഓക്കെ, പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സെലക്ഷനും പോകും. ഇത് ഇങ്ങനെ 1 by 1 ആയിട്ട് ഷിഫ്റ്റ് പിടിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്തും നമുക്ക് സെലക്ട് ചെയ്യാം. മൊത്തത്തിൽ ഡ്രാഗ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ 4 ഷേപ്പ് ഉണ്ട്, 4 കളർ കൊടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്തു. ഇപ്പൊ സെലക്ട് ആവുന്നത് ഏതാണ്? ഈ താഴത്തെ 2 മാത്രമേ സെലക്ട് ആവുള്ളൂ. കാരണം എന്താണ്, ഇത് ഫുള്ളായിട്ട് കവർ ആയിട്ടില്ല. ഓക്കെ, ഈ ഡോട്ടഡ് ലൈന് ഇത് കവർ ചെയ്താലേ 4 സെലക്ട് ആവുള്ളൂ. നേരെ മറിച്ച് ഇത് അവിടെ നിന്ന് ഞാൻ വിട്ട് കഴിഞ്ഞാൽ ഇത് മാത്രമേ സെലക്ട് ആവുള്ളൂ. എനിക്കിത് ലൈന് ടച്ച് ചെയ്താൽ തന്നെ സെലക്ട് ആവണം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇല്ലുസ്ട്രേറ്ററിൽ അങ്ങനെയാണ്. ഇല്ലുസ്ട്രേറ്ററിൽ അറിയാം. അതുപോലെ ഇതിനാവണം പറഞ്ഞാൽ ആൾട്ട് പിടിച്ചാൽ മതി. ആൾട്ട് പിടിച്ചു കഴിഞ്ഞാൽ കവർ ചെയ്തില്ലെങ്കിലും ആ ലൈന് പതുക്കെ ടച്ച് ചെയ്താൽ മതി. അപ്പൊ ചോദിക്കാം, ഞാൻ ഇത് കവർ ചെയ്തില്ല, ടച്ച് ചെയ്തു. നേരെ മറിച്ച് ആൾട്ട് പിടിച്ചില്ലെങ്കിൽ ഫുള്ളായിട്ട് കവർ ചെയ്താലേ നമുക്ക് സെലക്ഷൻ ആവുള്ളൂ. ഓക്കെ, ഈ പിക് ടൂളില് ലോങ് പ്രസ് ചെയ്തതിന് താഴെ ഒരു കാണാൻ പറ്റും ഫ്രീ ഹാൻഡ് പിക്ക് പറഞ്ഞിട്ട്. നമുക്ക് ലാസോ ടൂൾ പോലെ ഒരു ടൂളാണ്. നമുക്കത് എങ്ങനെ ഡ്രോ ചെയ്ത് വരച്ച് ഇങ്ങനെ കവർ ചെയ്യേണ്ടി വരും. സ്ക്വയർ ആയിട്ട് വരില്ല. ഇത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് അങ്ങനെ സ്ക്വയർ ആയിട്ട് വരില്ല, ഇങ്ങനെ വരച്ചെടുക്കേണ്ടി വരും. ഇല്ലേ, അത് അങ്ങനെ വരച്ചെടുത്ത് ആ വരേന്റെ ഉള്ളിൽ ആ ഷേപ്പ് ഉൾപ്പെട്ടാൽ മാത്രമേ സെലക്ട് ആവുള്ളൂ. ഇതേപോലെ അപ്പൊ ഇത് സെലക്ട് ആയി, ഇതും സെലക്ട് ആണെന്ന് പറഞ്ഞാൽ ഇതും അതിൻ്റെ ഉള്ളിൽ പെട്ട് ഇങ്ങനെ വരച്ചാൽ ഈ 2 സെലക്ട് ആയി. ഓക്കെ, ഇത് റയറായിട്ടേ ഇത് ഉപയോഗിക്കുള്ളൂ. ആ ടൂൾ ഉള്ളത് കൊണ്ട് പറഞ്ഞൊന്നും മാത്രം.